ഹായ് ഫ്രണ്ട്സ്, ഡയറി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 11-ാം തീയതി ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇന്നത്തെ കോവിഡ് കണക്കും നാളത്തെ റേഷൻ വിതരണത്തെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യം ഇന്നത്തെ കോവിഡ് കണക്ക് നോക്കാം. ഇന്ന് തിങ്കളാഴ്ച ദിവസം 27,487 പേർക്കാണ് കേരളത്തിൽ കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 31,209 പേർക്ക് രോഗമുക്തി ഉണ്ടായി. ചികിത്സയിലുള്ളവർ 4,19,726 പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 99,748 സാമ്പിളുകളാണ്. 2 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി തുറന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ നിന്നും 1,00,000-ഓളം ടെസ്റ്റ് കുറവായിട്ടാണ് ഈ ഒരു ദിവസം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും രോഗികളുടെ കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി റേഷൻ വിതരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3 കിറ്റുകളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 3 കിറ്റാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ 3 വ്യത്യസ്ത കിറ്റുകളാണ്. ഒന്ന് സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന കിറ്റ്, മറ്റൊന്ന് അതിഥി തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷ്യക്കിറ്റ്, അതുപോലെ തന്നെ റേഷൻ കട വഴി മെയ് മാസം വിതരണം ചെയ്യുന്ന ഭക്ഷ്യക്കിറ്റ്. അതുകൂടാതെ ഇപ്പോൾ വിതരണം ചെയ്യുന്ന വിഷു കിറ്റും നിലവിലുണ്ട്. അത് വാങ്ങിയ ആളുകൾക്ക് ലഭിക്കുകയില്ല, അത് കഴിഞ്ഞ മാസത്തേതാണ്. എങ്കിലും ഈ മാസവും അതിൻ്റെ ഒരു വിതരണം ഉണ്ടാകും. അപ്പം ഓരോ കിറ്റിലും എന്തെല്ലാം ഉണ്ടാകും എന്ന് നോക്കാം. അതുപോലെ തന്നെ 70,000 മെട്രിക് ടൺ അരി ഇപ്പോൾ സംസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വകയായിട്ട് മുൻഗണനാ വിഭാഗ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കാണ് ആ അരി വിതരണം ചെയ്യുക. ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമായിരിക്കും അതിൻ്റെ ഒരു വിതരണം ഉണ്ടാക്കുക. സംസ്ഥാന സർക്കാർ തുടർച്ചയായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യക്കിറ്റിൻ്റെ തുടർച്ചയായിട്ടുള്ള മെയ് മാസത്തിലെ കിറ്റ് വിതരണത്തിനുള്ള കിറ്റുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ അതിൻ്റെ ഒരു വിതരണം ആരംഭിക്കും. 8 മുതൽ 12 ഐറ്റം വരെ ആ ഒരു കിറ്റിൽ ഉണ്ടാകും എന്നാണ് സൂചന ലഭിക്കുന്നത്. ചിലപ്പോൾ 8 ഐറ്റം ആയിരിക്കാം, അല്ലെങ്കിൽ 10 ഐറ്റമോ 12 ഐറ്റമോ ആയിരിക്കാം ഈ ഒരു കിറ്റിലുണ്ടാവുക എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മറ്റൊന്ന്, കോവിഡ് പ്രതിസന്ധിയിൽ കുടുങ്ങിപ്പോയ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള കിറ്റ് വിതരണമാണ്. സംസ്ഥാന സർക്കാർ നൽകുന്ന കിറ്റിൽ 5 കിലോ അരിയും 2 കിലോ ആട്ടയും 2 കിലോ ഉരുളക്കിഴങ്ങും 2 കിലോ വലിയ ഉള്ളിയും ആണ് ഉണ്ടാകുക. അത് കേരളീയർക്ക് ലഭിക്കില്ല, അതിഥി തൊഴിലാളികൾക്ക് മാത്രമായിരിക്കും ആ ഒരു കിറ്റ് ലഭിക്കുക. മറ്റൊരു കിറ്റ് ലഭിക്കാൻ പോകുന്നത് സ്കൂളുകളിൽ നിന്നാണ്. കഴിഞ്ഞ 7 മാസത്തെ ഉച്ചഭക്ഷണത്തിന് പകരമായിട്ടുള്ള അരിയും ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അരി 5 മുതൽ 25 കിലോ വരെ വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിനകം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി കിറ്റാണ് വിതരണം ചെയ്യേണ്ടത്. പഞ്ചസാരയും മുളക് പൊടിയും കടലയും പയറ്, ഉഴുന്ന് എന്നിവയായിരിക്കും ഈ ഒരു കിറ്റിലുണ്ടാവുക. അതിൻ്റെ തൂക്കത്തിൽ കൂടുതലുണ്ടാകും, കാരണം 7 മാസത്തെ വിഹിതമാണ് ലഭിക്കാനുള്ളത്. അധികം ഐറ്റം ഉണ്ടാവുകയില്ല, ഇല്ല ഐറ്റം കൂടുതൽ തൂക്കം ഉണ്ടാവാനാണ് സാധ്യത. ഇനി നാളത്തെ റേഷൻ വിതരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെയ് മാസത്തെ എല്ലാവിധ ഭക്ഷ്യവിഹിതങ്ങളുടെയും വിതരണം സജീവമായിട്ട് പുരോഗമിക്കുകയാണ്. മഞ്ഞ റേഷൻ കാർഡുകാർക്കുള്ള പഞ്ചസാരയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള അരി വിതരണത്തിനുള്ള പാകത്തിന് റേഷൻ കടയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില റേഷൻ കടകളിൽ അതിൻ്റെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ ആളുകൾക്കും അനുവദിച്ചിട്ടുള്ള എല്ലാവിധ ഭക്ഷ്യവിഹിതങ്ങളും, എല്ലാ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും ഇപ്പോൾ വിതരണം നടക്കുന്നു. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ എല്ലാ ആളുകൾക്കും ഈ ഭക്ഷ്യവിഹിതങ്ങൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം റേഷൻ കട പ്രവർത്തിക്കുന്നതല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് പുറത്തിറങ്ങി യാത്ര ചെയ്യാൻ പോലീസിൻ്റെ യാത്രാ പാസ് എടുക്കേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടി, നമുക്ക് ഭക്ഷ്യവിഹിതങ്ങൾ, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ റേഷൻ കടയിലേക്ക് പോകാൻ, വാക്സിൻ വെക്കാൻ വേണ്ടി പോകാൻ എന്നിവയ്ക്കൊന്നും നമുക്ക് ഈ ഒരു പാസിൻ്റെ ആവശ്യമില്ല. അതിന് നമുക്കൊരു സത്യപ്രസ്താവനയാണ് വേണ്ടത്. ഈ ഒരു സത്യപ്രസ്താവന നമ്മൾ സ്വയം എഴുതി തയ്യാറാക്കി നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്നത് പോലെയുള്ള സത്യപ്രസ്താവന നിങ്ങൾ പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ അത് പൂരിപ്പിച്ച് സൂക്ഷിച്ചാലും മതി. നിങ്ങൾ റേഷൻ കടയിൽ പോവുകയാണെങ്കിലും അത് കയ്യിൽ കരുതണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.
ഇത്രയാണ് നാളത്തെ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.